നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സയൻസിൽ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പദ്ധതികളാണ് നോക്കുന്നത്. എല്ലാ എക്സാമിനും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറുണ്ട്. ആദ്യത്തെ പദ്ധതി സമാശ്വാസമാണ്. സമാശ്വാസം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികൾക്ക്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ചെറിയ ഒരു എമൗണ്ട് പെൻഷനായിട്ട് നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു പെൻഷനായിട്ട് ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ഈ പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം പദ്ധതിയുടെ തുക 1100 രൂപയാണ്. 1100 രൂപയാണ് മാസം കൊടുക്കുന്നത്. 1100 എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സമാശ്വാസം പദ്ധതിയുടെ തുക എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1100 രൂപയാണ്. അടുത്തത് ആരോഗ്യകിരണം. ആരോഗ്യകിരണം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, മാരകമായ അസുഖമുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. അർബുദം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, വൃക്ക സംബന്ധമായ രോഗങ്ങൾ എന്നീ അസുഖങ്ങളുള്ള 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. മറ്റൊരു പദ്ധതിയാണ് സ്വാസ്ഥ്യം. സ്വാസ്ഥ്യം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അർബുദം നേരത്തെ കൂട്ടി കണ്ടെത്താനുള്ള ബോധവൽക്കരണം. അർബുദം നേരത്തെ കൂട്ടി കണ്ടെത്താനുള്ള ബോധവൽക്കരണ പദ്ധതിയാണ് സ്വാസ്ഥ്യം. മറ്റൊരു പദ്ധതിയാണ് ശ്രുതി തരംഗം. ശ്രുതി തരംഗം. ശ്രുതി തരംഗം എന്ന് പറഞ്ഞാൽ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കേൾവി കുറവുള്ള വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ശ്രുതി തരംഗം. എന്നാൽ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണട നൽകുന്ന പദ്ധതിയാണ് മിഴി. മിഴി എന്ന് പറയുന്ന പദ്ധതി കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കണ്ണട നൽകുന്ന പദ്ധതിയാണ്. ഒരു പദ്ധതിയാണ് വയോമധുരം. വയോമധുരം എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കായ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. ഡയബറ്റിക് രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. സംസ്ഥാന സർക്കാരിൻ്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. വിമുക്തി എന്ന് പറഞ്ഞാൽ എന്താ? വിമുക്തി പദ്ധതി ലഹരി വിമുക്ത കേരളം. ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി. മറ്റൊരു പദ്ധതിയാണ് മൃതസഞ്ജീവിനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി പദ്ധതി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി. മറ്റൊരു പദ്ധതിയാണ് താലോലം. താലോലം പദ്ധതി എന്ന് പറഞ്ഞാൽ അർബുദം, വൃക്കരോഗം, ഓട്ടിസം, ഡയാലിസിസ് തുടങ്ങിയ രോഗങ്ങളൊക്കെയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയ, ഇതിൻ്റെ എല്ലാം ശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കുന്ന സാമ്പത്തിക സഹായമാണ് താലോലം. ഒരു പദ്ധതിയാണ് ഉഷസ്. ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതിയാണ് ഉഷസ്. ഉഷസ് ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതിയാണ് ഉഷസ്. മറ്റൊരു പദ്ധതിയാണ് വഴികാട്ടി. യാത്രാവേളകളിലൊക്കെ അടിയന്തര ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് വഴികാട്ടി. യാത്രാവേളകളിൽ അടിയന്തര ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് വഴികാട്ടി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന ഒരു പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി ചികിത്സിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം.